ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ടൊരു ഉടച്ചക്കറി നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചക്കക്കുരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കറിനകത്തിട്ട് അടി എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് കുക്കറിനകത്താണ് ഇട്ട് വെക്കുന്നത്. മാങ്ങയും ചക്കക്കുരും മഞ്ഞപ്പൊടി ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. 1-2 വിസിൽ അടിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് ഇതാ നമുക്ക് അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും 3-4 വെളുത്തുള്ളിയും 2-3 കുഞ്ഞുള്ളി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകണമെന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചക്കക്കുരും മാങ്ങയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാങ്ങ കാണാനില്ല, നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ നമുക്കിനി ഒന്ന് കടുവറുത്ത് എടുക്കാം. ഒരു ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുവട്ടി നമുക്കിടെ കുഞ്ഞുള്ളിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് മിക്സർ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എന്താ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു മാങ്ങയും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ലേശം ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഇതായത് തിളച്ച് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയും ചക്കക്കുരുവും കൂടെ ഉള്ള ഉടച്ചേറി റെഡി ആയിട്ടുണ്ട്.